കഴിഞ്ഞ ദിവസം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയിലെ രണ്ടാം ഏകദിന മത്സരം 3 ഏകദിനം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഏകദിന മത്സരത്തിൽ സഞ്ജു സാംസന് ബാറ്റിങ്ങിൽ അവസരം കിട്ടിയില്ല. രണ്ടാം ഏകദിന മത്സരത്തിൽ സഞ്ജു സാംസന് അവസരം കിട്ടി, പക്ഷേ അദ്ദേഹത്തിന് ഒരു മികച്ച കളി പുറത്തെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ മൂന്നാമത്തെ ഏകദിനം ഇന്ന് നടന്ന മത്സരം അദ്ദേഹം സെഞ്ചുറി നേടി. സഞ്ജു സാംസൻ്റെ ഏകദിന കരിയറിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ സെഞ്ചുറിയാണ്. വളരെ മികച്ചൊരു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെഞ്ചുറിയാണ് ഏകദിന കരിയറിൽ. സഞ്ജു സാംസൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന് ആണ്ടിലും സംക്രാന്തിയിലാണ് നമ്മുടെ BCCI മാമന്മാർ അവസരങ്ങൾ തുച്ഛമായ അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാറുള്ളൂ. അങ്ങനെ കുറച്ച് അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാറുള്ളൂ. എന്നാൽ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ മത്സരം, അതായത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള രണ്ടാമത്തെ ഏകദിന മത്സരം, ആ ഒരു മത്സരത്തിൽ സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി. അപ്പോൾ ഓബിയസ്ലി എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ, എനിക്ക് പേഴ്സണലി ആയിട്ട് ഒരുപാട് വിമർശനങ്ങൾ എനിക്ക് വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് പേര് വന്നിരുന്നു. ഒരുപാട് പേര് എന്നെ വാട്സപ്പിൽ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട്, നീ ഇവന് വേണ്ടിയിട്ടാണോ കുറേ വീഡിയോ ചെയ്ത് ഇവനെ ടീമിലെടുക്കാത്തതിന് വേണ്ടിയിട്ടാണോ നീ തൊള്ളയിട്ട് കുറേ സംസാരിച്ചിരുന്നല്ലോ സോഷ്യൽ മീഡിയയിലൂടെ, ഇവനെ എന്തിനു കൊള്ളും, അങ്ങനെ പല തരത്തിലുള്ള ആ മെസ്സേജുകളൊന്നും ഞാൻ ഇവിടെ വെക്കുന്നില്ല. പക്ഷേ അത് അവരെ അങ്ങനെ ദ്രോഹിക്കുക, അങ്ങനെ ഞാൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പേര് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ എൻ്റെ പേഴ്സണലി എന്നെ അറിയാവുന്ന കുറച്ച്, അതും മലയാളികൾ എടുത്തു നോക്കണം, നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ എന്നോട് പറഞ്ഞിരുന്നു, നീ ഇവന് വേണ്ടിയാണോ സംസാരിക്കുന്നത്, ഇവനാണോ കിട്ടിയ അവസരം ഇങ്ങനെയാണോ കളിക്കുക. ഞാൻ അപ്പോഴും എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ട്, പലരും മെസ്സേജ് കേട്ടു, പലർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. എന്നാൽ ചില ആളുകൾക്ക് ഞാൻ മറുപടി കൊടുത്തു. അത്യാവശ്യം വേണ്ടപ്പെട്ട ചില മെസ്സേജുകൾ ഞാൻ മറുപടി കൊടുത്തു. ഒരാളോട് ഞാൻ പറഞ്ഞ മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ: ബ്രോ, ഒറ്റ കളി കൊണ്ട് ഒരു പ്ലെയറെ ഒരിക്കലും വിലയിരുത്തരുത്. അദ്ദേഹത്തിന് കുറച്ച് അവസരങ്ങൾ കൊടുക്ക്. അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് കളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന് കുറച്ച് അവസരങ്ങൾ കൊടുക്ക്. അദ്ദേഹം മികവിലേക്ക് എത്തും. ഈ ഒരു കാര്യം മാത്രമായിരുന്നു രണ്ടാമത്തെ ഏകദിന മത്സരത്തിൽ സഞ്ജു സാംസൺ മോശം പ്രകടനം കാഴ്ചവെച്ചതിന് ആ ഒരു പുള്ളി മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ മറുപടി കൊടുത്തത്. മൂന്നാമത്തെ ഏകദിനത്തിൽ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നു. പുള്ളി കിട്ടിയ അവസരം മുതലാക്കി. ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കളി കൊണ്ട്, അത് എന്ത് കാര്യമായിട്ടും പേഴ്സണലി എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഒരു പ്ലെയറെയും ഒരു കളി കൊണ്ട് വിലയിരുത്തരുത്. അത് ഏത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഫുട്ബോൾ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, ഏത് ഇതായിക്കോട്ടെ, ഒരാളെയും ഒറ്റ ദിവസത്തെ ഇതുകൊണ്ട് പെർഫോമൻസ് കൊണ്ട് വിലയിരുത്തരുത്. അദ്ദേഹത്തിന് ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിലാവട്ടെ, ഞാനിപ്പം എൻ്റെ ചാനലിൽ ഒരുപാട് കേരള പ്ലേയേഴ്സുമായി ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കേരള പ്ലേയേഴ്സിനെ കൊടുക്കുന്നത്. ഞാൻ അത്രത്തോളം, അതിപ്പോൾ സഞ്ജു എന്നല്ല, ആര് കളിച്ചു കഴിഞ്ഞാലും കേരളത്തിൽ നിന്ന് അവർക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ തുടക്കം തൊട്ട് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതായാലും സഞ്ജു സാംസൺ ഇന്നത്തെ ഇന്നിങ്സ് ബ്രില്യൻ്റ് ആയിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹം വിമർശകരുടെ വായ അടുപ്പിച്ചു. കഴിഞ്ഞ ഈ ഒരു സീരീസ് തുടങ്ങുന്ന മുമ്പ് ഡിവില്ലിയേഴ്സ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഡിവില്ലിയേഴ്സ് ഒറ്റ കാര്യം പറഞ്ഞിരുന്നു: സൗത്ത് ആഫ്രിക്കൻ കണ്ടീഷനിൽ സഞ്ജുവിന് തിളങ്ങാൻ സാധിക്കും, അദ്ദേഹത്തിന് അനായാസം കളിക്കാൻ സാധിക്കും. അതായത് രണ്ടാമത്തെ ഏകദിന മത്സരത്തിൽ കളിച്ചില്ല, പക്ഷേ മൂന്നാമത്തെ ഏകദിന മത്സരത്തിൽ അദ്ദേഹം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കണ്ടീഷനിൽ വളരെ ക്ഷമയോടെ വളരെ മികച്ച രീതിയിൽ കളിച്ചു. അപ്പം എനിക്ക് ഒറ്റ കാര്യം സഞ്ജുവിനെ വിമർശിക്കുന്ന മലയാളികളിൽ കുറേ ആൾക്കാർ സഞ്ജുവിനെ വിമർശിക്കുന്നുണ്ട്. അതായത് സഞ്ജുവിനെ ഇഷ്ടമില്ലാത്തവർ, കഷ്ടം തന്നെ. ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്നൊരു പ്ലെയർ കളിച്ച് ആ ഒരു പ്ലെയറെ സപ്പോർട്ട് ചെയ്യാതെ വേറൊരു തമിഴൻ്റെയും ബോംബെക്കാരൻ്റെയും ബംഗാളിയുടെയൊക്കെ പുറകിൽ പോയിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് മലയാളികൾ. നമ്മുടെ നാട്ടിലൊരു പ്ലെയർ വരുമ്പോൾ ആ പ്ലെയറെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ആ ഒരു പ്ലെയർ മാക്സിമം ഫോം ആവുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യില്ലല്ലോ. ആ പ്ലെയറിൻ്റെ ഒരു നിരാശാജനകമായുള്ള സമയത്തും പ്ലെയറെ സപ്പോർട്ട് ചെയ്യണം. അതാണ് മലയാളി എന്ന് നമ്മൾ ചെയ്യേണ്ടത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ കാം ആൻഡ് ക്വയറ്റ്, അതായത് വളരെ ക്ഷമയോടെ കളിച്ചുണ്ടാക്കിയ ഇന്നിങ്സ് സഞ്ജു സാംസൻ്റെ ഏകദിന കരിയറിലെ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഇന്നിങ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും എടുത്തു പറയേണ്ടത്, ഇന്ത്യയിലെ ഫ്ലാറ്റ് ട്രാക്കിലല്ല അത് കളിച്ചത്. സൗത്ത് ആഫ്രിക്കയിലെ അത്രയും പേസ് ബോളർമാർക്ക് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് കിട്ടുന്ന കണ്ടീഷനിൽ സഞ്ജു സാംസൺ വളരെ അനായാസമായിട്ട് അദ്ദേഹം ബാറ്റിംഗ് നടത്തി. അപ്പോൾ എനിക്കൊരു കാര്യം, ഒരു കളി കൊണ്ട് ഒരു പ്ലെയറും വിലയിരുത്തരുത്. അതായത് അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, അന്ന് ആ പുള്ളിനോട് ഞാൻ പറഞ്ഞ കാര്യം, സഞ്ജു സാംസണ് അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുക. അതിനെ കളിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വിമർശിച്ചോളൂ. ഏതായാലും സഞ്ജു തന്നെ കളിയാക്കിയവർക്കും എല്ലാവർക്കും
നല്ല രീതിയിൽ നല്ലൊരു ചുട്ട മറുപടിയാണ് സഞ്ജു ബാറ്റിംഗ് കൊണ്ടുവന്ന് കൊടുത്തത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു സാംസന്റെ ഇന്നിങ്സ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ വേറൊരു കാര്യം, ഇനിയിപ്പം സഞ്ജു അദ്ദേഹം ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി BCCI എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. സഞ്ജു കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഏകദിന ഫോർമാറ്റിൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും ലോകകപ്പിൽ കളിക്കാനും അർഹനായിരുന്നു. പക്ഷേ അവിടെ സൂര്യകുമാർ അതിനെ തിരികെ കയറ്റി നശിപ്പിച്ചു. വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണല്ലോ. ഏതായാലും സഞ്ജുവിൻ്റെ ഇന്നത്തെ ഇന്നിങ്സ് എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും നിങ്ങളുടെ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ.